അതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ റീജിയണൽ സെർവേഴ്സിനെ വെച്ച് മാത്രമൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എക്സ്ലാൻഡിസിന്. ആ ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമാണ്. അതല്ലാതെ നമുക്ക് ഇപ്പോൾ ഈ ഒരു റീജിയണൽ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിലും എല്ലാം നമുക്കുണ്ട്. അപ്പോൾ സെർവറിൽ അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എന്താ കുറേ പേരുടെ ഡെവലപ്പേഴ്സ്, പ്ലേയേഴ്സ്, സ്ട്രീമേഴ്സ്, അങ്ങനെ കുറേ പേരുടെ കഷ്ടപ്പാട് ഇതിലുണ്ട് ഗൈസ്. കുറേ പേര് ഡാർണോ അണ്ണ ഓക്കെ അല്ലേ അണ്ണ, എല്ലാം ശരിയാവും, ഓൾവേസ് വിത്ത് യു, ഇറ്റ്സ് മീ എസ്സിൻ ബ്രോ. ഇവിടെ എല്ലാവരും ഇന്ന് കുറേ കിക്ക് പോയിന്റ് അയക്കുന്നല്ലോ. എല്ലാവർക്കും വെൽക്കം ഗൈസ്, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങണത്. അപ്പം അതിൽ തന്നെ ഓൾറെഡി എല്ലാവരും ഡൗൺ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ SRKയുടെ സംഭവം നടക്കുന്നത്. ഞാനപ്പോൾ ഈ സെർവറിൻ്റെ കാര്യം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതോട് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. SRK കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ ഇമോഷണലി ഭയങ്കര വീക്കായിരുന്നു. ഇമോഷണലി വീക്ക് എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ വളരെ എനിക്കതിങ്ങനെ ഒരു ലൈവിൽ വിളിച്ച് പറഞ്ഞ് ഇതാക്കാനുള്ളൊരു താല്പര്യമില്ല. അതിൻ്റെ ഒരു റീസൺ ഞാൻ എന്ന് വെച്ചാൽ അത് അവൻ്റേതായിട്ടുള്ള ഒരു പേഴ്സണൽ കാര്യമാണ്. അപ്പോൾ അവൻ അങ്ങനെ പെട്ടെന്ന് ആൾക്കാരുടെ അടുത്തോട്ട് ഇത് ഒരുപാട് ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല. അതായത് ഷെയർ ചെയ്യുമോ, അവന് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള, അവൻ്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്ത് മാത്രമേ അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവൻ ഒന്നാമത്തെ കാര്യം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ഇടയായിട്ട് റീസെൻ്റ്ലി അവൻ്റെ ഒരു ലോകം എന്ന് പറയണത് ഈ പറയണ അവന് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് പേര് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേറെ ആരുമായിട്ടും അങ്ങനെ ഈ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടില്ല. വേണ്ട, അത് പറയണ്ട. അല്ലടാ, അതൊന്നും പറയത്തില്ല കൈസ്, എനിക്കറിയാം എന്ത് പറയണ്ടെന്ന്. നിങ്ങളെല്ലാം ചില്ലാവും, ഞാൻ പറയണ കാര്യങ്ങൾ കേൾക്ക്. എനിക്കിത് നിങ്ങളോട് പറഞ്ഞാലേ പറ്റുള്ളൂ. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കാണാതെ പോയതിന് ശേഷം നമുക്ക് ഇത്ര മണിക്കൂറിനുള്ളിൽ അവനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത്, അതിനകത്ത് ഒരുപാട് പേരുടെ എഫേർട്ടും ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിത് പറയണമെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം പെട്ടെന്ന് ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് ഇതിനു മുമ്പും ഇതുപോലെ ഡൗൺ ആയിട്ട് പോയി മാറിയൊക്കെ ഇരുന്നിട്ട് അടുത്ത ദിവസം വന്നിട്ടുണ്ട്. മീൻസ് അങ്ങനത്തെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ ഇവൻ മിസ്സിങ് ആണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആദ്യമേ തന്നെ ഒന്ന് പാനിക്ക്. അവൻ ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നോട്ട് അവൻ വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ്റെ ഫോൺ അവിടെ തന്നെ വെച്ചിട്ടാണ് പോരുന്നത്, മനസ്സിലായോ? അപ്പോൾ കൂട്ടുകാരൻ്റെ അടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരെ ആക്കാൻ പറയുന്നു. അവൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയതിന് ശേഷം ഈ കൂട്ടുകാരൻ അവനെ വിളിച്ചു നോക്കിയപ്പം ഫോണ് വീട്ടിൽ കിടന്ന് റിങ് ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ വല്യമ്മയാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കോളും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവൻ കുറച്ച് ശോകാവസ്ഥയിലാണ്, എനിക്ക് ഇതാരടുത്തും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊരു നോട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വായിച്ചപ്പോഴത്തേക്കിനും എല്ലാവരും പെട്ടെന്ന് പാനിക്കായി, മനസ്സിലായോ? അപ്പോൾ പെട്ടെന്ന് കണ്ണാപ്പി, ഞാൻ ഗോകുവിൻ്റെ ലൈവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതെന്നെ വിളിച്ച് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ലൈവ് കണ്ടാൽ അറിയാം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വന്ന് പെട്ടെന്ന് ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി, മനസ്സിലായോ? ഇറങ്ങി ഇമോട്ടളിൽ നിന്ന് ഇമോട്ടളിൽ നിന്ന് ഇടണ്ട ഗൈസ്. അമ്മമാരെ നിങ്ങൾ റിപ്ലൈ കൊടുക്കാതിരുന്നാൽ മതി. ചില്ല പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞോട്ടെ, ഇതൊന്നും ഇടണ്ട. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. നമുക്കിത് എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അമ്പത്തൂരിലെ അച്ഛൻ പോലീസിലാണ്, സ്റ്റീവിൻ്റെ അച്ഛൻ പോലീസിലാണ്. നമുക്ക് ഇങ്ങനെ കുറച്ച് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മനസ്സിലായോ? അപ്പം നമ്മൾ ഓരോരുത്തരെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ഓരോ സ്റ്റേഷനിൽ വിളിച്ച് സോറി ഗൈസ്, എനിക്ക് തുമ്മല. അപ്പം ഇതെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അനിയൻ ഓൾറെഡി കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കേസ് കൊടുത്തു, മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തു. നമ്മുടെ കൊല്ലം കുണ്ട്ര പോലീസ് സ്റ്റേഷനിലാണ് മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തത്. മിസ്സിംഗ് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിത് മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, എത്രയും പെട്ടെന്ന് ഇവനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ സ്റ്റോറി ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. സ്റ്റോറി ഇട്ടോളാൻ പറഞ്ഞു അവരെൻ്റെ അടുത്ത്. ഞാൻ എന്നിട്ട് അങ്ങനെ നമ്മളൊരു പോസ്റ്റർ അവരുടെ നാട്ടിലെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തൊരു പോസ്റ്ററാണ് നമ്മൾ ചെയ്തത്. അന്ന് രാത്രി വരെയും എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഗൈസ്, സത്യം പറഞ്ഞാൽ എൻ്റെ സ്റ്റോറിക്ക് ആവറേജ് ഒരു 300 to 400K സ്റ്റോറി റീച്ച് ഉണ്ട് എനിക്ക്. ഞാൻ ഒരു സ്റ്റോറി ഇട്ടാൽ ഏകദേശം 400K ആൾക്കാർ സ്റ്റോറി കാണും. ഞങ്ങൾ വെളുപ്പിനെ 9 മണി 10 മണി വരെ
ഒരു 9 മണി വരെയോളം ടി വിയിലെ എല്ലാവരും ഇരുന്ന് എല്ലായിടത്തും സ്റ്റോറി ഷെയർ ചെയ്തിട്ട് നമ്മളൊരു ഹോപ്പിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുക. എടാ എല്ലാവരും മെസ്സേജ് നോക്കണേ, റിപ്ലൈ നോക്കണേ, കാരണം നമ്മുടെ ലൈവ് കാണുന്ന പിള്ളേർ ആരെങ്കിലും അവനെ സ്പോട്ട് ചെയ്താൽ റിപ്ലൈ അയക്കുമല്ലോ, നമുക്ക് പോയി കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതാക്കി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ ആ ദിവസം സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു ഗൈസ്. കാരണം ഉണ്ടല്ലോ, ഒരു സിറ്റിയിലൊരു വാറോ പ്രീവാറോ അല്ല, സിറ്റിയിലൊരു ഹോസ്റ്റേജ് എടുത്താൽ പോലും ഇത്ര ആൾക്കാർ ആക്റ്റീവായിട്ട് വരത്തില്ല. ഞാൻ നോക്കുമ്പോൾ രാവിലെ 9 മണി 10 മണി വരെ ടി വിയിൽ ഒരു 45-50 പേര് വി സിയിൽ ഇരിക്കുക, റിപ്ലൈ നോക്കി ഓരോരുത്തരും ഓരോ ഇത് നോക്കിക്കൊണ്ടിരിക്കുക, ഒരു ഹോപ്പിന് വേണ്ടിയിട്ട്. എന്നിട്ട് കുറേ പേര് ഇരുന്ന് ഈ പറയുന്ന പോലെ സ്ട്രീമും ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ട് കുറേ പേര് എക്സോസ്റ്റഡ് ആയി പോയായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഫോൺ പിടിച്ചിരുന്ന് ഉറങ്ങിപ്പോയി. ഞാനും ജോക്കിയും ഞങ്ങൾ എല്ലാവരും കുറച്ച് പേര് എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ച് ഫോൺ പിടിച്ചായിരുന്നു ഉറങ്ങിപ്പോയി. ഉറങ്ങിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഭയങ്കര എണ്ണീറ്റ സമയത്ത് എൻ്റെ ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഗൈസ്, ഇത്രയും പേര് ലൈവ് ഇതൊക്കെ കാണുന്നത് കൊണ്ട് ഉറപ്പായിട്ടും ആരെങ്കിലും ഒരാൾ അവനെ കാണും, അവിടുന്ന് നമുക്കൊരു റിപ്ലൈ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം എണ്ണീറ്റപ്പോൾ തൊട്ട് ഇൻസ്റ്റഗ്രാം അരിച്ച് പറക്കി നോക്കിയിട്ട് പോലും എല്ലാവരും SRKയുടെ അപ്ഡേറ്റ് എന്താണെന്നും മാത്രമാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒരു ഫീഡ്ബാക്ക് ഇതൊന്നും ആരുടെ സൈഡിൽ നിന്ന് ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ പോലീസുകാർ അവരുടെ സൈഡിൽ നിന്ന് അവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവൻ്റെ കയ്യിൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് അവർക്ക്. ഗൈസ്, എൻ്റെ ലൈവ് പോയോ? ഹലോ, എൻ്റെ ലൈവ് പോയോ? ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ പോലീസുകാർക്ക് ഇവൻ്റെ കയ്യിൽ ഫോൺ ഇല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ അവർ വന്ന്, പോലീസുകാർ സത്യം പറഞ്ഞാൽ വന്ന് CCTV വിഷ്വൽ എല്ലാം ചെക്ക് ചെയ്ത് അവൻ റെയിൽവേ സ്റ്റേഷനകത്തോട്ട് കയറി പോയിട്ടില്ല എന്നുള്ളത് അന്നേരം തന്നെ അവിടുത്തെ കുണ്ട്രയിലെ പോലീസുകാരാണേലും അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് നമ്മളെ ആ സമയത്ത് സഹായിച്ചത്. പറയാതിരിക്കാൻ വയ്യ. അതെടുത്ത് നേരെ വന്ന് അവർ തന്നെ വന്ന് CCTV ഫുള്ള് ചെക്ക് ചെയ്തിട്ട് അന്നേരം തന്നെ നമുക്ക് അതിനകത്ത് കയറിയിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിൽ ആ സൈഡിലോട്ട്. കാരണം അവിടെ കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷനിൽ പണി നടക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ പണി നടക്കുക. അപ്പം കുറേ അവിടുത്തെ മെയിൻ എൻട്രൻസ്, കുറേ സൈഡിലത്തെ ബിൽഡിങ്സിലെല്ലാം മെയിൻ്റെനൻസ് ഒക്കെ ആയതുകൊണ്ട് CCTV ഒക്കെ കണക്റ്റഡ് ആയ ഒന്നിനകത്തും അവനുണ്ടായിരുന്നില്ല. അപ്പോൾ സാറുമാർ അന്നേരം തന്നെ വന്ന് ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്ത് എല്ലാം തന്നു കഴിഞ്ഞിട്ടും ഇവൻ്റെ ഒരു ഇൻഫോ ഇല്ലാതായപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് അടുത്ത ദിവസം ഹോപ്പ് കംപ്ലീറ്റ്ലി പോയപ്പം ഞങ്ങൾക്ക് ആർക്കും ഒരു സമാധാനം ഇല്ലാണ്ടായി ഗൈസ്, സത്യം പറഞ്ഞാൽ. പിന്നെ എന്തെങ്കിലും ചെയ്ത് തുടങ്ങണം എന്നുള്ളൊരു കാര്യമാണ്. ഇവിടം തൊട്ട് ഇതൊരു വലിയ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സിനിമയൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും ഓരോന്നൊക്കെ നടക്കണത് എങ്ങനെയാണ്. അതേപോലത്തെ ഒരു ദിവസമായിരുന്നു ഞങ്ങൾക്ക്. അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാനിത് പറയുന്നത് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നതെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്, വേറൊന്നുമല്ല. അപ്പോൾ നമ്മൾ അടുത്തത് എല്ലാവരും എണീറ്റ് VCയിൽ വന്നിട്ട് അടുത്തത് ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എടാ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടെ ഇരുന്നപ്പം ആദ്യത്തെ ഇവൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്ത് അരിച്ച് പറക്കി. ഇവൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്ത് അരിച്ച് പറക്കിയപ്പോഴത്തേക്കിന് ഇവൻ്റെ ലാസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ നോക്കിയപ്പം പോസ്റ്റിലെല്ലാം പറശ്ശിനിക്കടവ് അമ്പലത്തിനെ പറ്റി റീപോസ്റ്റ് ചെയ്തേക്കുന്നു. സോ നമ്മുടെ ആദ്യത്തെ അതിലെ റീൽസിൻ്റെ ഓഡിയോ കേട്ടപ്പം നമ്മൾ ഫുള്ള് റീൽസിൽ ഓഡിയോ എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്തവർക്ക് സഹായമായിട്ട് പറശ്ശിനിക്കടവ് മുത്തപ്പനുണ്ടാവും എന്നുള്ള സാധനം അവനിങ്ങനെ റീപോസ്റ്റ് ചെയ്തേക്കുന്നു. സോ നമ്മുടെ ഫസ്റ്റ് അന്വേഷണം അവിടെയായിരുന്നു കേട്ടോ. അവിടെയാണ് നമുക്ക് ആദ്യത്തെ ഒരു ഇത് തോന്നിയത്. അപ്പം നമ്മൾ നേരെ നമുക്ക് ഗ്രൂപ്പും കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്തെല്ലാം പറശ്ശിനിക്കടവിൽ ഒന്ന് തപ്പാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറച്ച് പേരെടുത്ത് ചോദിച്ചതിൻ്റെ തൊട്ട് പുറകെ ഞാൻ പറയാം ഗൈസ്, ആ അമ്പലത്തിൽ കണ്ണൂരുകാരായിട്ടുള്ള ആൾക്കാർ ഒരു 40 പേരാണ് ആ അമ്പലത്തിൽ പോയി ഒരു 3 മണിക്കൂർ അവന് വേണ്ടി ഇത് ചെയ്തത്. എനിക്ക് എങ്ങനെ നന്ദി പറയാതിരിക്കാൻ എനിക്ക് പറ്റൂല. അത് എത്ര പേരാ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റിയോ TV നമ്മുടെ ലൈവ് കാണുന്നതും ഗ്രൂപ്പിലുള്ളതും എല്ലാവരും അടക്കം ഒരു 40 പേര് ആ അമ്പലത്തിൽ പോയി. എനിക്ക് 40-ന് മുകളിൽ കോൾ വന്നു. എനിക്ക് ഓരോരുത്തരും കോൾ വന്നിട്ടാണ്, ചേട്ടാ ഞങ്ങൾ ഇവിടെ എല്ലാം നോക്കി, നമ്മൾ അവിടെ എല്ലാം നോക്കി എന്നൊക്കെ പറഞ്ഞ് ഫോപ്പ് അവിടെ നിന്ന് പോയി കേട്ടാ. ഞങ്ങൾ നേരെ അവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം ഉറപ്പായപ്പോഴത്തേക്കിന്, കാരണം അവിടെ ഇത്രയും വലിയൊരു അമ്പലം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കുന്ന കാര്യം വലിയ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല.
അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് എനിക്ക് എന്തായാലും ഇവൻ്റെ വീട്ടിലോട്ട് പോകണം. വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സ്കീം ആയപ്പോഴത്തേനും ഞാൻ വീട്ടിൽ ചെന്ന് അനിയനെ കണ്ട് നമ്മൾ അനിയൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് അവന് കൊല്ലത്ത് ഒരുപാട് പേര്, കൊല്ലത്തും അതുപോലെ തന്നെ ഈ പപ്പടത്തിനും അതിനൊക്കെ അടിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് മാത്രമുള്ള പേര് മാത്രമേ നമ്മൾ കൊല്ലത്തിന് കേട്ടിട്ടുള്ളൂ, പറയാതിരിക്കാൻ വയ്യല്ലോ. പക്ഷേ അന്നത്തെ ദിവസം ആ കൊല്ലത്തും നമ്മളെ ഫോളോ ചെയ്യുന്ന നമ്മളെ അറിയാവുന്ന ഒരുപാട് പേര് അവൻ്റെ അനിയൻ്റെ കൂടെയും ബാക്കിയുള്ളവരുടെ കൂടെയും എല്ലാം പോയി എല്ലാം ഫുള്ള് ചെക്ക് ചെയ്ത് ഇതാക്കിയായിരുന്നു. അപ്പം കൊല്ലത്തും ഇല്ല എന്നുള്ളൊരു സാധനം നമുക്ക് വന്ന്. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് മെയിനായിട്ടുണ്ടല്ലോ, ഞാൻ ഇവൻ്റെ ഫോണ് അൺലോക്ക്ഡ് ആയിരുന്നു. ഫോൺ അൺലോക്ക്ഡാണ്, പക്ഷേ ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും ലോക്ക്ഡാണ്. ലോക്ക്ഡാണ്. ബാക്കി ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻസ്റ്റഗ്രാം മാത്രം തുറക്കാൻ പറ്റും. ഇതായിരുന്നു സ്റ്റോറി. ഞങ്ങളവിടെ ചെന്നപ്പം ഞാൻ ഇവൻ്റെ ഫോൺ എടുത്തിട്ട് ഞാൻ ഇവൻ്റെ ക്രോമിൽ കയറിയിട്ട്, ക്രോമൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും, ക്രോമിൽ കയറിയിട്ട് ക്രോമിൽ ഹിസ്റ്ററി നോക്കിയപ്പോൾ അവനിങ്ങനെ വണ്ടികളെ പറ്റിയോ അതിനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്തേക്കുന്നു. അപ്പോൾ ഇവന് 2 ജിമെയിൽ ഐ ഡി ഉണ്ട്. ഒരു ജിമെയിൽ ഐ ഡിയിൽ നിന്ന് മറ്റേ ജിമെയിൽ ഐ ഡിയോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അത് ലോക്ക്ഡാണ്. അപ്പോൾ ജോക്കി എൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടും, നമുക്ക് ഇവൻ്റെ PC ഓണാക്കി നോക്കാമെന്ന്. ഞങ്ങൾ നേരെ കയറി ഇവൻ്റെ PC ഓണാക്കി. ഞാൻ PC ഓണാക്കിയ സമയത്ത് ഓണാക്കിയിട്ട് ഇവൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ട്, എവിടെ വരെ പോവും എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. ഞാൻ ഇവൻ്റെ PC ഓണാക്കി നോക്കിയിട്ട് ഞാൻ ഇവൻ്റെ കിക്കിൽ കയറിയിട്ട് റീസെൻറ്റ് പേ ഔട്ട് എത്രയാണെന്നുള്ള രീതിയിൽ ഇവന് കിക്കിന് ഇത്ര ഇത് കിട്ടുന്നുണ്ട്, അവൻ്റെ കയ്യിൽ എത്ര ആവറേജ് പൈസ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഇവന് മൾട്ടിപ്പിൾ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മെയിൽ ഐ ഡി എടുത്ത് നോക്കിയപ്പം മെയിൽ ഐ ഡിക്കകത്ത് തലേന്ന് രാത്രി 10:20 കൊല്ലത്തു നിന്നൊരു വിഡ്രോവൽ ട്രാൻസാക്ഷൻ, ആൻഡ് അടുത്ത ദിവസം നമ്മളതിനെ തപ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദിവസം 2ാമത്തെ ട്രാൻസാക്ഷൻ കോഴിക്കോട് നടന്നു. ഈ 2 ട്രാൻസാക്ഷനാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവനെ ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത്. 2ാമത്തെ ട്രാൻസാക്ഷൻ കോഴിക്കോട് നടന്നു. ഈ 2ൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിരുന്നു. ഈ 2നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഇത് എവിടെ, കോഴിക്കോട് എക്സാക്റ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ യാതൊരു വിധത്തിലുള്ള സാധനം ഇല്ലായിരുന്നു നമുക്ക് അക്സസിബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഇരുന്ന് നോക്കിയപ്പം അതിൽ ബാങ്കിൽ അവൻ്റെ ബാങ്ക് ഒരെണ്ണം SBI ആണ്. 2ാമത്തെ ബാങ്കിൻ്റെ ട്രാൻസാക്ഷനിൽ ചെറുതായിട്ട് കാനറ ബാങ്കിൻ്റെ CN എന്ന് മാത്രം മെൻഷൻ ചെയ്തിരുന്നു. ഞാൻ എന്നിട്ട് കാനറ ബാങ്കിൻ്റെ സെർവർ ഡേറ്റയ്ക്കകത്ത് കയറിയിട്ട് ATM ID അടിച്ചു കൊടുത്തിട്ട് ഇവൻ പർട്ടിക്കുലർ എവിടെ നിന്നാണോ ആ പൈസ വിഡ്രോ ചെയ്തത് അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് എവിടെയാണോ അത് ചെയ്തത്, എന്നിട്ട് അവിടെ ഉള്ള പോലീസ് സ്റ്റേഷനിലും വിളിച്ച് പറഞ്ഞു. അതുപോലെ ഞങ്ങൾ ഈ ഡേറ്റ, ഞങ്ങൾക്ക് കിട്ടിയ സാധനം അതേപോലെ കൊണ്ടുവന്ന് ഞാൻ കുണ്ട്ര സ്റ്റേഷനിൽ അവിടുത്തെ SI സാറിൻ്റെ അടുത്ത് കൊടുത്തു. സാറിൻ്റെ പേര് അനിലെന്നാണെന്ന് തോന്നുന്നു, അതുൽ സാറിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. സെയിം ആ മൊമെൻറ്റിൽ തന്നെ സാറ് അവിടുന്ന് വിളിച്ച് അവിടെ പറഞ്ഞ് ഇതാക്കി അവൻ അവിടെ ഉണ്ടെന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത്. അതുകൊണ്ട് സെയിം ടൈമിൽ ഗൈസ് ഇത് നടക്കുന്ന എക്സാക്റ്റ് ടൈമിൽ ജൂഡിനൊരു കോള് വരുവാണ്. നമ്മുടെ സബ്സ്ക്രൈബർ, ഒരു ചേട്ടൻ, ഒരു പയ്യൻ, ഒരു ചേട്ടനല്ല, ഒരു ചെക്കൻ, അവൻ നേരെ വന്ന് SRK സ്പോട്ട് ചെയ്തു എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്ത് അയച്ചു. അപ്പോൾ വീഡിയോയിൽ ഞാൻ അനിയനെ കാണിച്ചപ്പോൾ ബാക്ക് സൈഡ് മാത്രമേ ഉണ്ടായിരുന്നു, അവൻ തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ അവനോട് പറഞ്ഞു, എടാ വിടല്ലേടാ, അവനെ പിടിച്ച് നിർത്തിയേക്കണമെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് നിർത്തി, അവിടെ തന്നെ നിർത്തി. അവൻ അങ്ങനെ ഓടിപ്പോവാനും ഇത് കാണിക്കാനും ഉള്ള ധൃതിയിലൊന്നും അല്ലായിരുന്നു SRK. അവനെ പിടിച്ച് നിർത്തിയപ്പോൾ തൊട്ട് അവൻ കരയുക, അവൻ ആര് വന്ന് സംസാരിച്ചാലും കരയുക, അല്ലാതെ അവൻ ഓടിപ്പോവാനും എസ്കേപ്പ് ആവാനും വേണ്ടി നിൽക്കുമല്ല. എനിക്കറിഞ്ഞൂടാ. അവിടെ പിടിച്ച് നിർത്തി. നമ്മളിപ്പോൾ അതുൽ സാറിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ SI അതുൽ സാറുണ്ട്, പുള്ളിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ അവിടെ വിളിച്ച് പറഞ്ഞ് അവിടുന്ന് പോലീസ് വന്നു. അവനെ നമ്മൾ അവിടെ ഞാൻ എന്നിട്ട് ഫോൺ എടുത്തിട്ട് അവൻ്റെ കയ്യിൽ സംസാരിച്ചപ്പോൾ തൊട്ട് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞു, നീ സേഫായിട്ടിരിക്കും, നമ്മൾ ഇതുപോലെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇന്നലെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോഴാണ് ആരും ഉറങ്ങിയിട്ടില്ല, 2 ദിവസമായിട്ട് അവിടെ വരെ ഡ്രൈവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം ഇതാക്കിയത്. അപ്പോഴത്തേക്കിന് അവൻ്റെ അനിയനും അനിയൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ബന്ധുക്കളും ആൾക്കാരും എല്ലാം ആയിട്ട് വണ്ടിയിൽ പോയി അവനെ അവിടെ പോയിട്ട് സ്റ്റേഷനിൽ നിന്ന് ഇപ്പം ഇതാക്കിയിട്ടുണ്ട്. അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. 11 മണിയാകുമ്പോഴത്തേക്കിന് അവൻ ഇവിടെ എത്തും, ഇവിടെ കൊല്ലത്തെത്തും. കൊല്ലത്ത് നമ്മളെ സ്റ്റേഷനിൽ അവനെ ഒന്ന് കൊണ്ടുപോയി കാരണം FIR ഇട്ടതാണ്. FIR ഇട്ടതുകൊണ്ട് സ്റ്റേഷനിൽ ഉള്ളതുകൊണ്ട് അവനെ അവിടെ കൊണ്ടുവന്ന് വിടുക എന്നുള്ളൊരു കാര്യം
ഉണ്ട്. ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ടേ അവനെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ലൈവ് ഇട്ടതിന് ശേഷമാണ് എനിക്ക് ഇത് ഈ പറയണ കാര്യം ലൈവ് ഇട്ടതെന്നല്ല, സ്റ്റോറി ഇട്ടതിന് ശേഷമാണ് എനിക്കും അതിന് പോകണം. അപ്പോൾ കണ്ണാപ്പി ഇപ്പം ഇങ്ങോട്ട് വരും. നമുക്ക് കുറച്ച് നേരം ലൈവ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും എനിക്കൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് കൊല്ലത്തെത്തണം. അപ്പോൾ അവിടെ പോയി അവൻ്റെ അടുത്ത് കാര്യങ്ങളും അവൻ്റെ പേരൻസ് എല്ലാം ഓക്കെയാണ് ഗൈസ്. എനിക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ നിങ്ങളോടൊക്കെ. ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞാൽ എന്താ മെയിനായിട്ട് ഇവൻ ഇനി ലൈവ് വരുമ്പോഴും ഇവൻ ഇനി ഇതാക്കുന്ന സമയത്ത് എന്തിനാണ് പോയത്, അല്ലെങ്കിൽ അവൻ്റെ സോഷ്യൽ മീഡിയയിൽ പോയി ദയവ് ചെയ്ത് അങ്ങനത്തെ ഒരു ഉപദ്രവം ചെയ്യരുത്. അവന് കുറച്ച് ടൈം വേണം. ഞാൻ മോസ്റ്റ്ലി അവനെ കൊണ്ട് ഞാൻ ഇത് ഡിസേബിൾ ചെയ്യിപ്പിക്കും. അവൻ്റെ 2 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ഡിസേബിൾ ചെയ്യിപ്പിക്കും. കുറച്ച് നാളെ സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നാൽ മതി. അവനെ നോക്കിയായിട്ട് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ 100 ചോദ്യങ്ങൾ ചോദിപ്പിച്ച് 100 ഇതാക്കി അവനെ മെൻ്റലി ഡൗൺ ആയിരിക്കുന്ന ഒരാളെ നമ്മൾ വീണ്ടും ഡൗൺ ആക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം പറയാനില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഗൈസ് ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ സ്ട്രീം മീഡിയ ചാനൽസ് അടക്കം എല്ലാവരും അത് ഇട്ട് ഇന്നലെ തന്നെ ആദ്യം മീഡിയ 1 ഇന്ന് തുടങ്ങി 24 ന്യൂസ്, റിപ്പോർട്ടർ, ഏഷ്യനെറ്റ്, എല്ലാത്തിൻ്റെയും റിപ്പോർട്ടർമാർ എൻ്റെ സ്റ്റോറി കണ്ടിട്ട് എന്നെ വിളിച്ചു. താങ്ക് യു സോ മച്ച്. ഞാൻ സത്യമായിട്ടും പറയുക, അത് നമുക്കൊരു ഇങ്ങനത്തെ ഒരു കാര്യം വന്നപ്പം വിളിച്ചത് ചെയ്യാൻ കാണിച്ചതിൽ ഒരുപാട് എല്ലാ മെയിൻ സ്ട്രീം ചാനൽസിനോടും, അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ഇൻഫോയും വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ ഓഡിയൻസിൻ്റെ അടുത്ത് എനിക്കൊരു പ്രത്യേക നന്ദി പറയാനുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്, മീൻസ് എ ലോട്ട്. എൻ്റെ ബോട്ടം ഓഫ് ദ ഹെർട്ടിൽ നിന്ന് ഞാൻ താങ്ക് യു പറയുകയാണ്. അതുപോലെ കുണ്ട്ര പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാർക്കും സാർമാർക്കും എൻ്റെ ബോട്ടം ഓഫ് ദ ഹെർട്ടിൽ നിന്ന് ഞാനൊരു താങ്ക് യു പറയുക. അവരുടെ ഇത്രയും സ്പീഡായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. അതുപോലെ അതുൽ സാറിന് താങ്ക് യു, പ്രത്യേക നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെ അടുത്തും, നിങ്ങളോടും എല്ലാവരുടെ അടുത്തും ഒന്നും പറയാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.